ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിന് പ്രത്യേകം ആദരവ് നൽകുന്ന മാസമല്ലേ? എന്തൊക്കെയാണ് നമുക്ക് അനുകരിക്കാവുന്ന ഗുണങ്ങൾ വിശുദ്ധനിലുള്ളത്? അദ്ദേഹം കഠിന അധ്വാന ശീലം ഉള്ള വ്യക്തിത്വമാണ്. ആഴമായ മൗനം കാത്തുപോന്നു. ഉണ്ണീശോയെ അപകട സാഹചര്യത്തിൽ സംരക്ഷിച്ചവനാണ്. നന്മരണത്തിൻ്റെ മധ്യസ്ഥനല്ലേ? സ്ഥിര ഉത്സാഹം, കഠിന അധ്വാനം, തൊഴിലാളി മധ്യസ്ഥൻ, ഇതൊക്കെ നമുക്ക് വിശുദ്ധ യൗസേപ്പിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നന്മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. അമ്മ ത്രേസ്യ പറയുന്നില്ലേ, ജോസഫിനോട് ചോദിക്കുന്ന ഒന്നും ലഭിക്കാതിരിക്കുകയില്ല. എനിക്കും ചില അനുഭവങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സാധിക്കേണ്ടി വരുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിനോട് മാധ്യസ്ഥം തേടും, സാധിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാൻ അനേകർക്ക് കാരണമാകട്ടെ. ദൂതന്റെ വാക്കുകൾ എപ്പോഴും അനുസരിച്ച ജോസഫ് സ്വർഗ ദർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസത്തിൻ്റെ ആഴം, തനിക്ക് അസാധ്യമെന്ന് തോന്നിക്കാവുന്ന രംഗങ്ങളിലെല്ലാം ദൂതൻ പറഞ്ഞത് അനുസരിച്ചു. അങ്ങനെ നമുക്കെല്ലാം അനുസരണത്തിന് ഒരു മാതൃക നൽകി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ യൗസേപ്പിനെ പോലെ വിശ്വാസത്തിൽ ആഴപ്പെടാനും ഉണ്ണിയേശുവിനെ ജീവിതത്തിൽ വഹിച്ച് ജീവിക്കാനുമുള്ള കൃപ എല്ലാവർക്കും തരണമേ. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ.